قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي قل هل يستوي الأعمى والبصير أفلا تتفكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കുരുവട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയുടെ പേരാണ് സാബിയത്തു സൂഫിയ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ തുടങ്ങിയിട്ട് ഒരു കുറച്ച് വർഷങ്ങളായി. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രഭാഷകനും പ്രചാരകനുമാണ് നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിറ്റടി മീത്തൽ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന CM മടവൂരിൻ്റെയും CM മടവൂർ തന്നെ തൻ്റെ മകനാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പറയപ്പെട്ട വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന യഹിയൽ ബുഖാരി തങ്ങളുടെയും കറാമത്തുകളും മഹത്വങ്ങളും അവർ കാണിച്ച അത്ഭുതങ്ങളും ചുറ്റിപ്പറ്റിയാണ് ഈ സാബിയത്തു സൂഫിയയുടെ ചരിത്രം വികസിക്കുന്നത്. അവസാനം ഈ മദ്ഹ് പറഞ്ഞ് പാടിപ്പുകഴ്ത്തി പ്രചരിപ്പിച്ച് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ CM മടവൂരിനെ കുറിച്ച് പടച്ചോൻ എന്ന് വരെ പറയാവുന്ന, ഇവർ പറയുന്നത് പോലെ മാലിക്കുൽ മുലൂക്ക് എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. മടവൂരിനെ കുറിച്ച് പടച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മറുപക്ഷത്തെ എല്ലാവരും കൂടി അവരെ എതിർക്കുകയാണ്. എതിർപ്പിൽ ന്യായമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാന്തപുരം ഗ്രൂപ്പ് തന്നെ അവരെ ശക്തമായി നേരിടുകയാണ്. അതായത് പടച്ചോൻ എന്ന് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിക്കും വിശേഷണം കൊടുക്കാൻ പാടില്ല. ഇതാണ് അവർ നിരത്തുന്ന വാദം. അങ്ങനെ ശക്തമായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ വിവാദമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചും ആ ഔലിയാക്കളുടെ കറാമത്തിനെ കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പ്രവാചകൻ്റെ മുഅ്ജിസത്തിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം അങ്ങേയറ്റം ദൈവവിരുദ്ധവും ഖുർആനിക വിരുദ്ധവും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിരുദ്ധവുമായ കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എന്നിട്ട് അതിനെ തലങ്ങും വിലങ്ങും ന്യായീകരിക്കുകയും ചെയ്ത ഇതേ ആളുകൾക്ക് നേരെ
ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് ഏതെല്ലാം കുതന്ത്രങ്ങളും എന്തെല്ലാം കുയുക്തികളുമാണോ, എന്തെല്ലാം ദുർന്യായങ്ങളുമാണോ, അതേ ദുർന്യായങ്ങളും അതേ കുയുക്തികളും അതേ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നൗഷാദ് ഹസനി എന്ന് പറയുന്ന പണ്ഡിതൻ അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു തന്ത്രമാണോ, ഏത് യുക്തിയാണോ ഇവർ പ്രയോഗിച്ചിരുന്നത്, അതേ യുക്തി തന്നെ അവരുടെ നേരെ തിരിച്ചു പ്രയോഗിച്ചുകൊണ്ടാണ്, അതേ ലോജിക്ക് തന്നെ അവരുടെ നെഞ്ചിലേക്ക് തന്നെ തൊടുത്തുവിട്ടുകൊണ്ടാണ് നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഈ സാവിയത്ത് സൂഫിയയുടെ ഏറ്റവും വലിയ പ്രഭാഷകനും പ്രചാരകനുമായ മനുഷ്യൻ ഇന്ന് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖകരമായ കാഴ്ചയോടൊപ്പം കൗതുകകരമായ ഒരു കാഴ്ച കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞു, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്, ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ അൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ ഒരു വചനമാണ് ഞാനിപ്പോൾ ആമുഖത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? നബിയെ താങ്കൾ പറയണം, ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ്, അദൃശ്യങ്ങൾ എനിക്കറിയാമെന്ന അവകാശവാദവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നില്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. അൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവികമായ വെളിപാടുകൾക്ക് അനുസൃതമായിട്ടാണ് ഞാൻ ചലിക്കുന്നത്. ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാകുമോ? അഫലാ തതഫക്കറൂൻ, എന്തിയെ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പ്രവാചകനെ കൊണ്ട് പറയിക്കുകയാണ്, എൻ്റെ കയ്യിൽ അള്ളാഹിൻ്റെ ഖജനാവുകളൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ചോദിച്ചതൊക്കെ തരാനൊന്നും എൻ്റെ കയ്യിൽ അള്ളാഹ് ഒരു ഖജനാവ് ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് അദൃശ്യങ്ങൾ അറിയില്ല. എനിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിലുള്ളതെല്ലാം കാണാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ മലക്കാണെന്ന് നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് എന്താണോ വഹി വരുന്നത് അതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഈ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇവർ ആവശ്യപ്പെട്ട അതിൻ്റെ ഒരു കണ്ടക്സ്റ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നബിയെ കൊണ്ട് പറയിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആനിൽ ഈ സംസാരം വരുന്നത്. എനിക്ക് അദൃശ്യങ്ങൾ അറിയില്ല എന്ന് നബി വളരെ പച്ചയായിട്ടാണ് പറയുന്നത്. അതിനെ ഈ പണ്ഡിതന്മാർ ഒരു കാലത്ത് ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് അദൃശ്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് അദൃശ്യം അറിയില്ല എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത്. റസൂല് പറഞ്ഞു എനിക്ക് അദൃശ്യം അറിയില്ല. ഇവര് പറഞ്ഞു ആ റസൂല പറഞ്ഞതിൻ്റെ അർത്ഥം അദൃശ്യം അറിയില്ല എന്നല്ല, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് അദൃശ്യം അറിയില്ല എന്നാണ് റസൂല് പറഞ്ഞത് എന്നിവർ ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ആകാശത്തെയും ഭൂമിയിലെയും ഗൈബ് അഥവാ അദൃശ്യമായ വിവരങ്ങൾ അല്ലാഹുക്കല്ലാതെ ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇതിനിവർ വ്യാഖ്യാനിച്ചു, ആ പറയുന്നതിനർത്ഥം അതല്ല. ആ പറയുന്നതിനർത്ഥം അല്ലാഹ് ആർക്കും കാണാനുള്ള കഴിവ് കൊടുക്കൂല എന്നല്ല, സ്വയം കഴിവ് കൊണ്ട് മറ്റാരും കാണൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നിവർ വ്യാഖ്യാനിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കുറിച്ച് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചത് നമ്മളൊന്ന് കേൾക്കണം. അള്ളാഹുവിനെ പോലെ കാണുമെന്നോ, അല്ല കാണുന്നത് പോലെ കാണുമെന്നോ, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കല്ല. ഒരു വലിയ അള്ളാഹ് കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് പറയുന്നത് ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കല്ല. എന്താ കാരണം? സ്വയം പര്യാപ്തത ചാർത്താതെയാണ് ഈ പ്രയോഗം. അതായത് അവരുടെ സ്വയം കഴിവ് കൊണ്ട് കാണുമെന്നല്ല ഈ പറയുന്നത്, അതുകൊണ്ട് അത് ശിർക്കാവില്ല.
എന്നാണ്. ഇവർ ഏതെങ്കിലും വെള്ളക്കടലാസിൽ എഴുതി വെച്ചതല്ല. ഇവരുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സാധാരണക്കാരെ ഔലിയാക്കളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, കാണുക, കേൾക്കുക, നടക്കുക, പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെല്ലാം അള്ളാഹുവിന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കും ഔലിയാക്കൾക്കും ചെയ്യാൻ കഴിയും. അള്ളാഹ് എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ ഔലിയാക്കൾക്കും ചെയ്യാൻ പറ്റും. പറഞ്ഞു എവിടെ എത്തുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം. അള്ളാഹു എന്തെങ്കിലും ഉണ്ടാക്കാൻ കരുതിയാൽ അതുണ്ടാവട്ടെ എന്ന് പറയും. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാസീൻ അവസാനിക്കും. നമ്മൾ യാസീനൊക്കെ ഓതുന്ന ആളുകളല്ലേ. അത് അവസാനിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഇന്നമാ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം, ഇദാ അറാദ ശൈഅൻ, അവൻ എന്തെങ്കിലും ഒന്നുദ്ദേശിച്ചാൽ യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞാൽ മതി, അതുണ്ടാകും. അതാണ് അള്ളാഹു. അങ്ങനെ യാസീൻ അവസാനിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നു, നോക്കൂ, അപ്പോൾ അതുണ്ടാകും. അള്ളാഹ് കുൻ ഫയക്കുൻ എന്ന് പറയുമ്പോൾ ഫയക്കുൻ, അപ്പോൾ അതുണ്ടാകും. ഇതുപോലെ അവൻ്റെ ഇഷ്ടദാസന്മാർക്കും കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔലിയാക്കൾക്ക് അത് കഴിയും. ഏത് എന്തെങ്കിലും കാര്യത്തെ നോക്കിയിട്ട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ഇതാണ് ഔലിയാക്കൾ. മരണപ്പെട്ടവരുടെ കഴിവുകൾ നശിക്കില്ലെന്നും, ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ കഴിവ് നശിക്കില്ലെന്നും അത് കൂടുതൽ വളരുകയാണ്, ഉയരുകയാണ് ചെയ്യുന്നത് എന്നും നബിതങ്ങൾ പഠിപ്പിച്ചു. നബിതങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറയണം. നബിതങ്ങൾ പഠിപ്പിച്ചു എന്ന് മരിച്ചുപോയ ആളുകളുടെ കഴിവ് കൂടെയല്ല ചെയ്യുന്നത്, അല്ല കുറേയല്ല ചെയ്യുന്നത്, അത് കൂടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും അവരൊക്കെ ഔലിയാക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചോ, അവർക്ക് കഴിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല, മരണശേഷം യാതൊന്നും സംഭവിക്കാതെ എല്ലാം ദുനിയാവിലെ എല്ലാം കണ്ടും കേട്ടും അമ്പിയാക്കളും ഔലിയാക്കളും ജീവിക്കുമെന്ന് സംശയത്തിനിടമില്ലാത്ത വിധം നബി പഠിപ്പിച്ചു. നബി ഇതൊന്നും എവിടെ പഠിപ്പിച്ചിട്ടില്ല. നബി ആരോടൊന്നും ഈ അന്തക്കേട് പറഞ്ഞിട്ടുമില്ല. ഇവർക്ക് ചൂഷണം ചെയ്യണമെങ്കിൽ ഇത് പറയണം. ഇവർക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔലിയാക്കൾക്ക് ഈ കഴിവുണ്ടെന്ന് പറയണമെങ്കിൽ ഔലിയാക്കളുടെ അടുത്തേക്ക് വരുവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതൊന്നും ഈ സാബിയത്തു സൂഫിയയുടെ പ്രഭാഷകനായ നൗഷാദ് ഹസനി പറഞ്ഞതല്ല. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പറയുകയും പ്രസംഗിക്കുകയും പച്ച മലയാളത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ കേട്ടു നോക്കൂ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ കറാമത്തുകൾ അവരുടെ ഇഷ്ടാനുസരണം പ്രകടിപ്പിക്കാൻ കഴിയും. ആ വകയിൽ എന്തൊക്കെ അവരറിയും? നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്കറിയാം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ എപ്പോൾ എവിടെ വെച്ച് അവർ മരിക്കും എന്ന് പോലും ഈ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അറിയാം. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നൂറാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എവിടെ പോയാലും നിഴലുണ്ടാവില്ല. എവിടെ പോയാലും അള്ളാഹിൻ്റെ റസൂലിന് നിഴലുണ്ടാവില്ല. കാരണം അള്ളാഹിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ഇടക്കൊക്കെ നിഴലുണ്ടാവുമെന്ന് ബഹുമാനിയായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ നിഴൽവാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അത് ഭയങ്കര കുറ്റമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. പ്രവാചകന് നിഴലുണ്ടാകും എന്ന് പറഞ്ഞ മഹാ അബദ്ധം പറഞ്ഞ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കാണ് നിഴൽവാദി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പം നിഴലുണ്ടാവില്ല. ഇത് നിഴലുണ്ടാവില്ല എന്ന് പറയുന്നത് ഈ നൗഷാദ് ഹസനി പറഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ളതാണ് നിഴലുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയൊരു മഹാപണ്ഡിതൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കൂ. നബി വഫാത്തായിട്ടേ ഇല്ല, മറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നബീനെ കുറിച്ചുള്ള ഇവരുടെ സങ്കല്പങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നബി ശാരീരികമായിട്ട് മാത്രമാണ് മനുഷ്യൻ, മാനസികമായിട്ട് നബി മലക്കാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലങ്ങും വിലങ്ങും ഒക്കെ അങ്ങേയറ്റം ഖുർആനിക വിരുദ്ധമായ, പ്രവാചക വിരുദ്ധമായ, സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ന്യായങ്ങളൊക്കെ നിരത്തി
ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ പോലും ഇവർ കൈവച്ചു. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കൈകടത്തൽ എങ്ങനെയാണെന്ന്. ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇവർ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഖുർആൻ പറയുന്നത് കാണുക. അപ്പോൾ ഖുർആനിലുള്ളതായിരിക്കണമല്ലോ. ഖുർആൻ പറയുന്നത് കാണുക. എന്നിട്ട് ഖുർആൻ പറയുന്ന ആയത്ത് പറയുകയാണ്. എന്തായത്ത്? അള്ളാഹു അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. അവൻ്റെ എല്ലാ ഗൈബുകളെയും ഒരു വ്യക്തിക്കും അവൻ അറിയിച്ചു കൊടുക്കില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കല്ലാതെ. ഈ ഭൂമി ലോകത്തുള്ള ഒരു ഖുർആനിലും ഇങ്ങനൊരായത്തില്ല. ഈ ഭൂമിയിൽ അച്ചടിച്ച ഒരു ഖുർആനിലും ഇങ്ങനൊരായത്തില്ല. ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള ആയത്ത് എന്താണെന്നറിയാമോ? അതാണ് ഖുർആനിൽ കൈവച്ചു എന്ന് ഞാൻ പറയാൻ കാര്യം. പറയല്ല, ഇത് എഴുതാണ് ചെയ്യുന്നത്. കാലാകാലം നിലകൊള്ളുന്ന ഒരു പുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് ഈ ആയത്ത് എഴുതി വയ്ക്കുകയാണ്. അള്ളാഹ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. അള്ളാന്റെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനൊരു ആയത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള ആയത്ത് ഖുർആനിലൊന്നും ഇതില്ല. വിശുദ്ധ ഖുർആൻ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആലിമുൽ ഗൈബ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അവൻ ആ ദൃശ്യങ്ങളൊന്നും ഒരാൾക്കും അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മനിർത്തദാ മിൻ റസൂലിൻ, അവൻ ഇഷ്ടപ്പെട്ട പ്രവാചകൻ ഒഴിച്ച്. അവൻ ഇഷ്ടപ്പെട്ട പ്രവാചകൻ ഒഴിച്ച് എന്ന് അള്ളാഹു അവന്റെ വേദത്തിൽ പറഞ്ഞ ഭാഗത്തെയാണ് അവൻ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊഴിച്ച് എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രവാചകന്മാരാരാണ്? അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? എല്ലാ അള്ളാഹ് ഇഷ്ടപ്പെട്ട വ്യക്തികളും പ്രവാചകന്മാരല്ലല്ലോ. പ്രവാചകന്മാരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണ്. പ്രവാചകന്മാരെ മാത്രമാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുള്ള. അള്ളാഹു ഇഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ലേ? പക്ഷെ അവരൊക്കെ പ്രവാചകന്മാരാണോ? അവരൊന്നും പ്രവാചകന്മാരല്ല. പ്രവാചകന്മാർക്ക് ഞാൻ തിരഞ്ഞെടുത്ത പ്രവാചകന് അറിയിച്ചു കൊടുക്കും എന്ന് അള്ളാഹ് പറഞ്ഞതിനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ വേദഗ്രന്ഥത്തിലെ ഒരായത്തിനെ വക്രീകരിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതെല്ലാം ഇന്ന് സ്വയം നെഞ്ചിലേക്ക് ആഞ്ഞു തറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാനൊരു പ്രഭാഷണം കേട്ടപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വേദന പറയുകയാണ്. എന്താ വേദന എന്നറിയാമോ? മാലിക്കുൽ മുലൂക്കാണെന്ന് പറയുന്നു മടവൂരിനെ കുറിച്ച്, പടച്ചോനാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ മൊയ്ലിയാന്മാരൊന്നും ഇതിനെ എതിർക്കണില്ല. ഞാൻ എൻ്റെ വേദന പറയുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാ വേദനിക്കുന്നത്? എന്തേ ഇവരെതിർക്കാത്തത്? എന്തേ തങ്ങളുടെ കൂടെയുള്ള പല മുസ്ലിയാക്കന്മാർക്കും ഇതിനെ എതിർക്കാൻ കഴിയാത്തത്? ഇതിനെ എതിർക്കാൻ കഴിയില്ല. കാരണം ഇവർ ഇതൊക്കെ പറഞ്ഞിരുന്ന് എന്തൊക്കെ ന്യായങ്ങൾ വെച്ചാണോ ആ ന്യായങ്ങളൊക്കെ വെച്ചാണ് ഈ നൗഷാദ് ഹസനിയും ഇതിനെ നേരിടുന്നത്. ആ ന്യായത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം കൊണ്ടുവരുന്നത് ഇവർ മുന്നോട്ട് വച്ച കിതാബുകളും ഇവർ മുന്നോട്ട് വച്ച ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടാണ്. ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇത് നിങ്ങൾ ഇന്ന കാലത്ത് പറഞ്ഞതല്ലേ, ഇതല്ലേ ഞങ്ങളും പറയുന്നുള്ളൂ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. കാരണം അന്നാളിൽ ഇവരാരും ഇല്ലാതിരുന്ന സമയത്ത് ഈ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ച് ഔലിയാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ, പ്രവാചക വിരുദ്ധമായ, ഇസ്ലാമിക വിരുദ്ധമായ, ദൈവവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ചൂഷണം ചെയ്ത് ഇപ്പോ ആ ചൂഷണത്തിന് വേണ്ടി വേറൊരു കൂട്ടരും കൂടി അതിനേക്കാൾ വമ്പൻ കാര്യങ്ങൾ പറഞ്ഞു അവതരിപ്പിക്കുകയാണ്. അതിനെ നേരിടാൻ കഴിയില്ല. ഖുർആനിൽ വരെ ഇവർ കൈവച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി അദൃശ്യ കാര്യങ്ങൾ, അദൃശ്യമായ സഹായങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഇവരെന്താ പറയണമെന്നറിയാമോ? ആ ചോദിക്കരുതെന്ന് പറഞ്ഞത് നമ്മൾ ആരോടാണോ ചോദിക്കുന്നത് അയാൾ സ്വയം കഴിവുകൊണ്ട് തരുമെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്കാവുള്ളൂ എന്നാണ്.
ഇപ്പൊ നമ്മളൊരു ഒലിയിനോട് സഹായം ചോദിച്ചാൽ രക്ഷിക്കണേ, മുഹ്യിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരിങ്ങളെ കാക്കണേ, മടവൂരെ രക്ഷിക്കണേ, അങ്ങനെ ആരോടാണെങ്കിലും രക്ഷിക്കണേ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സ്വയം കഴിവുകൊണ്ട് രക്ഷിക്കുമെന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചു ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം അട്ടിമറികൾ ഇവർ നടത്തിയെന്നറിയാമോ? വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആമുഖ പ്രാർത്ഥനയായ ഫാത്തിഹയിൽ ഇവർ കൈവച്ചു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിൽ നിന്ന് അവർ ഈ മാത്രം എടുത്തു മാറ്റിവെച്ചു. നിങ്ങൾ നോക്കൂ, അവരുടെ പല പുസ്തകങ്ങളിലും നൗഷാദ് ഹസനി ഇറക്കിയ പുസ്തകത്തിലല്ല, ഇപ്പൊ നൗഷാദ് ഹസനിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ ആരാണോ അവരെഴുതിയ പുസ്തകങ്ങളിലാണുള്ളത്. നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് സഹായം തേടുന്നു, മാത്രമില്ല. ഖുർആൻ ട്രാൻസ്ലേഷനിലൊന്നും മാത്രമില്ല. മാത്രം എടുത്തു മാറ്റിയാലാണ് എല്ലാവരോടും സഹായം ചോദിക്കുക. ഏത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുക. നിങ്ങൾ ഏത് ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്തു നോക്കിക്കോ, ഏത് സംഘടനയുടെ എടുത്തു നോക്കിക്കോ, നിങ്ങൾ ഖാദിയാനികളുടെ എടുത്തു നോക്കൂ, ഖുർആൻ കമന്ററി എടുത്തു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ നോക്കൂ, മുജാഹിദിന്റെ എടുത്തു നോക്കൂ, എന്തിനേറെ EK ഗ്രൂപ്പ് നേതൃത്വം EK സംസ്ഥയുടെ ട്രാൻസ്ലേഷൻ എടുത്തു നോക്കൂ, നമ്മുടെ പാരമ്പര്യമായ ട്രാൻസ്ലേഷനൊക്കെ പണ്ട് മുതലുള്ളത് നിങ്ങൾ എടുത്തു നോക്കൂ. ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന അർത്ഥം പറയുമ്പോൾ അവിടെയെല്ലാം നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ അവർ ജനങ്ങളെ പഠിപ്പിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് സഹായം ചോദിക്കുന്നു, മാത്രമില്ല. അതുപോലെ തന്നെ ഇത് ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായികൾ. നമ്മളൊന്ന് കേൾക്കണം, അല്ലാഹ് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായികൾ. വലിയ നിങ്ങളുടെ സഹായം, അവിടെ വലിയ എന്ന് പറഞ്ഞാൽ സഹായി എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അല്ലാഹു ആണ്. റസൂലുഹു, അവന്റെ റസൂലാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളാണ്. ഏത് സത്യവിശ്വാസികൾ? നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന, റുകൂഅ് ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാണ് നിങ്ങളുടെ സഹായികൾ. ഇത് എപ്പോഴല്ല പറയണമെന്നറിയാമോ? നിങ്ങളൊന്ന് ആലോചിക്കണം. എങ്ങനെയാണ് ഇവർ ഖുർആനിനെ വക്രീകരിച്ചതും എങ്ങനെയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തതും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാചകൻ ഒരുപാട് ശത്രുക്കൾ അവിടെയുണ്ട്. 1400 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ശത്രുക്കൾ അവിടെ ഉണ്ട്, ആ ശത്രുക്കൾ നേരിടേണ്. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളും ചില ശത്രുത മനോഭാവമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് മുനാഫിക്കുകൾ ഒക്കെ പ്രവാചകൻ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആല ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ സഹാബി സമൂഹത്തോടും പറയുകയാണ്, എന്താണ്? നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണല്ലോ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവാണ്, നിങ്ങളുടെ സഹായി അള്ളാഹുവാണ്. ഇന്നമാ, തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായികൾ അള്ളാഹുവാണ്, പ്രവാചകനാണ്, നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാണ്. ഇതിലെന്താ തെറ്റുള്ളത്? ഇതിൽ നമ്മളെന്താ മനസ്സിലാക്കുക? അള്ളാഹ് സഹായിയാണെന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുക? അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ ശേഷിയും നമുക്കറിയാം. ആ അർത്ഥത്തിൽ അള്ളാഹ് സഹായിക്കുമെന്നാണ് അള്ളാഹ് പറയുന്നത്. അത് അള്ളാഹ്ക്കേ പറ്റുള്ളൂല്ലോ. നബി സഹായിയാണെന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ്. നബി അവരുടെ കൂടെ ഉണ്ട്. ആ കൂടെയുള്ള നബി പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള തന്ത്രങ്ങളിലൂടെയും അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, പ്രവാചകന്റെ മുഅ്ജിസത്തിലൂടെയും എല്ലാം സഹായിക്കും. നിസ്കരിക്കുന്ന സത്യവിശ്വാസികൾ സഹായികളാണെന്ന് പറഞ്ഞത് അർത്ഥം നമ്മളൊക്കെ പരസ്പരം സഹായികളാവും, പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസികൾ സഹായികളാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികതയോ തോന്നുന്നുണ്ടോ? അതിനകത്ത് ഇല്ല. ഇവരെന്താ പറയുന്നതെന്നറിയാമോ? ഈ ആയത്ത് ധരിച്ചിട്ട് ഇവർ പറയുന്നത് അള്ളാഹു സഹായിയാണ് എന്ന് പറഞ്ഞത് അള്ളാഹിനോട് എപ്പോഴും സഹായം ചോദിക്കാം, അള്ളാഹു ഏത് അർത്ഥത്തിലും സഹായിക്കും എന്നാണ് ആ പറയുന്നതെങ്കിൽ ഇതിന് നബീനോടും സത്യവിശ്വാസികളും ഔലിയാക്കളോടും മലക്കുകളോടും ഒക്കെ സഹായം ചോദിക്കാം. അള്ളാഹിനോട് സഹായം ചോദിക്കുമ്പോൾ കിട്ടൂന്നുണ്ടെങ്കിൽ ഇവരോടൊക്കെ സഹായം ചോദിക്കുക. കാരണം ഇവരൊക്കെ അള്ളാഹ് സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഇവർ. ആ പറഞ്ഞ പശ്ചാത്തലം എന്താ?
ഇസ്ലാമിക പ്രബോധനവും ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാന പരിശ്രമങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ ഏർപ്പെട്ട് അവിടെ കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ എക്കാലത്തും മരിച്ചുപോയ റസൂൽ, വഫാത്തായി പോയ റസൂല്, എക്കാലത്തും മരിച്ചുപോയ ഔലിയാക്കളെയൊക്കെ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും നിങ്ങളെ സഹായിക്കുന്നു എന്നല്ല ഈ പറയുന്നതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു യുക്തിയില്ലേ? സത്യവിശ്വാസികൾ സഹായികളാണ്. ഇവിടെ ഔലിയ എന്നല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, സത്യവിശ്വാസികൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മരിച്ചുപോയാലും നിങ്ങളോട് ഇപ്പം ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുമല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ സത്യവിശ്വാസികളോടും ഞാൻ നിങ്ങൾ സഹായം ചോദിക്കും. നിങ്ങൾ മരിച്ചുപോയാലും എനിക്ക് ചോദിക്കാൻ പാടില്ല സഹായം. ഇവിടെ അല്ല പറഞ്ഞേക്കണ സഹായിക്കുന്നല്ലേ. സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായികളാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവരോടും ചോദിക്കാൻ പാടില്ലേ? എന്ത് അന്തക്കേടാണ് ഈ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വക്രീകരിച്ചുകൊണ്ട് ഇവർ ഇതെല്ലാം ചെയ്യുകയാണ്. അവസാനം പറഞ്ഞ് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാക്കളാണ്. ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് നൗഷാദ് ഹസനി തുടങ്ങി ബാക്കി പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെന്തൊക്കെ ന്യായങ്ങളാണോ പറഞ്ഞത്, ആ ന്യായങ്ങളും യുക്തികളും ഒക്കെ വച്ചുകൊണ്ട് ഷെയ്ഖ് മടവൂരിനെ, ചിറ്റടിമീത്തൽ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മടവൂരിനെ ന്യായീകരിക്കുകയാണ്. പടച്ചോനാണെന്ന് വരെ പറഞ്ഞാലും പ്രശ്നമില്ല, മാലിക്കുൽ മുലൂക്കാണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് ഇവർ പറയുന്ന ന്യായം അനുസരിച്ച് നൗഷാദ് ഹസനി പറയുന്നത് പ്രശ്നമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഏതൊരു ന്യായം വെച്ചാണോ ഇതൊക്കെ പറഞ്ഞത്, ആ ന്യായം വെച്ച് തന്നെയാണ് നൗഷാദ് ഹസനിയും പറയുന്നത്. അതുകൊണ്ട് തങ്ങൾ ഏതൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാൻ, വിശ്വാസത്തിനെ വഴികേടിലാക്കാൻ ഏതൊക്കെ തന്ത്രങ്ങളാണോ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്, ആ തന്ത്രങ്ങളെല്ലാം ഇതിനേക്കാൾ സമർത്ഥമായി നൗഷാദ് ഹസനി ഇവരുടെ നെഞ്ചിലേക്ക് തന്നെ തൊടുത്തുവിടുന്ന ഖേദകരവും അതോടൊപ്പം കൗതുകകരവുമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു. എന്താ? ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അദൃശ്യം അത് അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് അദൃശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഒരാളുടെ അടുത്തും പോകരുത്, ഒരു ഔലിയായിൻ്റെ അടുത്തും പോകരുത്. ഓരോ ഒലിയനും നാളെ എന്താണ് നടക്കുക എന്ന് പറയാനുള്ള ഒരു ശേഷിയും അല്ലാഹു കൊടുത്തിട്ടില്ല. നമ്മളോട് അവരുടെ അടുത്ത് സഹായത്തിന് പോകാനും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ളുരിബ മസലുൻ, ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഫസ്തമിഉ, നിങ്ങൾ നന്നായി അത് കേൾക്കണം. എന്താ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ. ലൻ യഖ്ലുഖു ദുബാബൻ, അഥവാ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ഔലിയാക്കളായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ, അതല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. ഈ ടൈപ്പ് ആളുകൾ അന്നില്ലല്ലോ. അപ്പൊ അത്തരം ആളുകളോടല്ല പറയാണ്, ജനങ്ങളെ കേൾക്കണം, ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരാം. ളുരിബ മസലുൻ, നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം, നല്ലൊരു ഉപമ പറഞ്ഞു തരാം. എന്താ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹു, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അവരെല്ലാവരും കൂടി കൂടിയപ്പോലും, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദുആ ചെയ്യുന്ന ആളുകൾ, സഹായം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും കൂടി കൂടിയപ്പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. വൈൻ യസ്ലുബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദുഹു മിൻഹു, അത് മാത്രമല്ല, അവരുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം ഒരു ഈച്ച തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ളഅഫത് താലിബു വൽ മത്ലൂബ്, ആരോടാണോ സഹായം ചോദിക്കുന്നത് അവൻ ദുർബലൻ, ആരാണോ സഹായം ചോദിക്കുന്നത് അവനും ദുർബലൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമോ? ഈച്ചയെ സൃഷ്ടിക്കാൻ നമ്മൾ റസൂലിനെ നമ്മുടെ ഹൃദയത്തിന്റെ കരളിന്റെ കഷ്ണമായി കാണുന്നതാണല്ലോ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന്? പറ്റില്ല. മുഹ്യിദ്ദീൻ ശൈഖിന് പറ്റുമോ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന്? പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഔലിയാക്കൾ എന്ന് പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ? ഇവിടെ അല്ലാഹു വെറുതെ പറഞ്ഞതല്ല ഇതൊന്നും. എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയണം, അവനോടേ നിങ്ങൾക്ക് ചോദിക്കാൻ പാടുള്ളൂ.
അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അള്ളാഹ് പറയുന്ന ലോജിക്ക്. നമ്മൾ ഇന്ന് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഖ്ബറയിൽ കിടക്കുന്ന ഒരു മനുഷ്യനും സാക്ഷാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ഒരാൾക്കും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊരു ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ഇവർക്കാർക്കും അത് തിരിച്ചു പിടിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് ആരോടും സഹായം ചോദിക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഏത് സഹായം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം. ഈ ചോദിച്ചു പോകുന്നതൊക്കെ അതാണല്ലോ. എൻ്റെ മാല എവിടെയാണ് പോയത്, എൻ്റെ അസുഖമുണ്ട്, അതേത് അസുഖമാണ്, അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചാണല്ലോ, അന്വേഷിച്ചാണല്ലോ ഈ പോണത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയി നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ പോകണം, സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി ആരെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒലിയുടെ അടുത്ത് പോയതായിട്ട് നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന ഒലിയുടെ അടുത്ത് പോയി തഖ്വയോടുകൂടി ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് ആ ഒലിയനെ ഞാൻ കാണാൻ പോയി. ഒരാളും പോകില്ല. പോണതെല്ലാം ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ തന്ത്രം മനസ്സിലാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ അതിന് പറ്റിയ മെറ്റീരിയലും ടൂൾസും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പം അള്ള ഇവിടെ പറയുന്നത് കൃത്യമായി, ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. അള്ള പറയുന്നത് എന്താ? നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല. ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. അവിടെ വെച്ച് അള്ളാഹ് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുകയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. എത്ര കൃത്യമാണ് ഉപമ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, രക്ഷിക്കണേ, മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ, മടവൂരെ രക്ഷിക്കണേ, ഏർവാടി ഔലിയ രക്ഷിക്കണേ, പ്രവാചകരെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ ആളുകൾ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഈത്തപ്പഴമല്ല, ഈത്തപ്പഴത്തിന്റെ അകത്തുള്ള ഒരു കുരുവുണ്ട്. ആ കുരുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാടയുണ്ട്. ആ പാടയുടെ പോലും ഉടമസ്ഥരല്ല അവർ. ഇത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉദാഹരണങ്ങളാണല്ലോ പറയുന്നത്. ഈത്തപ്പനമരമല്ല, ഈത്തപ്പഴമല്ല, ഈത്തപ്പഴത്തിനകത്തുള്ള കുരുവല്ല, ഈത്തപ്പഴത്തിന്റെ കുരുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വളരെ സുതാര്യമായൊരു പാടയുണ്ട്. ആ പാടയെ പോലും ഉൽപ്പാദിപ്പിക്കാൻ, സൃഷ്ടിക്കാൻ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പറ്റില്ല. മുഹമ്മദ് നബിക്ക് പറ്റുമോ? മുഹമ്മദ് നബിക്കാണല്ലോ പറ്റേണ്ടത്. പറ്റുമോ? പറ്റില്ല. മുഹിദ്ദീൻ ശൈഖിന് പറ്റുമോ? പറ്റില്ല. മടവൂരിന് പറ്റുമോ? പറ്റൂല. അതേപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും കൂടിയാൽ പറ്റുമോ? പറ്റൂല. പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വൈൻ തദ്ഉഹും ലാ യസ്മഉ ദുആഉക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്ക പോലുമില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബുലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റില്ല. അവരെന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാ എന്നുപോലും അവർക്കറിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്ത് പറയണം? എന്നിട്ടും നമ്മൾ പിഴച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ എന്തായിരിക്കും അതിൻ്റെയൊക്കെ ദുരന്തം എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം നിങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. എന്താ അവരുടെ ക്വാളിറ്റി? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ സത്യവിശ്വാസികളും ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരുമായിരിക്കും, തഖ്വയുള്ളവരുമായിരിക്കും. എന്നാൽ ഇവര് പറയും, തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സൂക്ഷ്മത. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെയാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഒരു ഔലിയായിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അയാളുടെ സൂക്ഷ്മതയാണ്. ഒരു ഒലിയനെ ഒലിയാക്കുന്നത് അയാളുടെ സൂക്ഷ്മതയാണ്. ഒരു ഒലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അയാൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കും, മാന്യമായി സംസാരിക്കും, സാമ്പത്തിക ഇടപാടിൽ കൃത്രിമം നടത്തൂല, വൃത്തിയായി കുളിച്ച് പല്ലും തേച്ച് ഷർട്ടും നടക്കും. ഇതൊക്കെ ചെയ്യും അയാൾ, കൃത്യമായി നിസ്കരിക്കും. എന്നാൽ ഇവർ ആധികാരികമായി പരിചയപ്പെടുത്തുന്ന ഒരു ഒലിയനെ നോക്കിയാൽ നിങ്ങൾ, ഔലിയാക്കളുടെ പ്രവർത്തനങ്ങൾ, ഞാൻ പറയുന്നു ഇത് ഏതെങ്കിലും അങ്ങാടിക്കടലാസിൽ എഴുതി വെച്ചതല്ല, ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നതാണ്. ഔലിയാക്കളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കാണണമെന്നോ ഇവർ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കിടയിൽ തന്നെ താമസിക്കണമെന്നോ ഉള്ള ഒരു നിയമമൊന്നും ഒരു ഒലിയാവുന്നതിനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
നമ്മുടെ ഇടയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നൊന്നും ഇല്ല ഒരു വലിയന്. മാത്രമല്ല, ചലനങ്ങൾ വീക്ഷിച്ചു നോക്കുമ്പോൾ അവർ ഒന്നും നല്ലത് ചെയ്തതായി നമ്മൾ കാണുകയുമില്ല. അല്ലെങ്കിൽ ചെയ്യുന്നത് തന്നെ ഒരു മഹാന് യോജിക്കാത്തതാണ് എന്ന് നമ്മുടെ ബുദ്ധിയിൽ തോന്നിയത് കൊണ്ട് മാത്രം ഒരാളെ വലിയല്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൽ മാത്രം ലയിച്ചത് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനോ ഉൾക്കൊള്ളാനോ പറ്റൂല. ഒരു വലിയനെ പരിചയപ്പെടുത്തുന്ന ഈ പറഞ്ഞ മഹാന്മാരെക്കാളൊക്കെ വലിയല്ലേ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, അലി ബിൻ അബി താലിബ്, ഇവരൊക്കെ. ഇവർക്കൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായില്ലല്ലോ. അതുമാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഹദീസുകളിലോ ഈ ഖുർആനിലോ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ ബാലൻസ് തെറ്റിയ ഒരു ഒലിയെ പരിചയപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഇവരെന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? ഇത് പറഞ്ഞാലാണ് എല്ലാ മാനസിക രോഗികളെയും ഇവർക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കളാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. ഏത് കുളിക്കാത്തവനെയും വൃത്തിയില്ലാത്തവനെയും പിടിച്ച് വലിയാക്കണമെങ്കിൽ മനോരോഗി, നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറയുന്നത് മാനസിക രോഗം ആർക്കും വരാം, അതാർക്കും വരാം. നമ്മൾ അവരെ കൊച്ചാക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ കളിയാക്കുകയോ ചെയ്യേണ്ടതില്ല. അവരെ കച്ചവടവൽക്കരിക്കുന്ന ആളുകളുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിക്കുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യണം. ഇവരുടെ വലിയ സങ്കല്പം ആദ്യം തിരുത്തണം. ഇവരുടെ വലിയ സങ്കല്പം തിരുത്തിയാലാണ് ഇതിനൊക്കെ പരിഹാരമുള്ളൂ. നിലവിലുള്ള വലിയ സങ്കല്പവുമായി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ വലിയ കറാമത്തുള്ള ഔലിയാക്കൾ ഇനിയും കൂണുപോലെ മുളക്കും. അവരെല്ലാം പടച്ചോനാണെന്ന് പറയുന്ന അഹ്സനിമാരും നാട്ടിൽ വ്യാപകമായി മുളക്കും. അതാണ് സംഭവിക്കാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് എന്താണ് വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചെന്ന ഔലിയ സങ്കല്പം എന്നൊക്കെ നമ്മൾ നന്നായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചവരെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.